ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന കറണ്ട് പോകുന്ന സമയത്ത് രേവതി മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് വരുന്ന അതേ സമയം തന്നെയാണ് സച്ചി ടെറസിൻ്റെ മുകളിൽ നിന്ന് ടോർച്ച് അടിച്ചുകൊണ്ട് വരുന്നത്. മെഴുകുതിരി വെളിച്ചത്തിൽ നമ്മുടെ രേവതിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മതിമറന്ന് തന്നെ രേവതിയെ തന്നെ നോക്കി നിൽക്കാണ്ട് സച്ചി. പിന്നീട് നമ്മുടെ രേവതി ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല കറണ്ട് പോയതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വന്നാണ് സച്ചി മറുപടി പറയുകയാണ്. ഉടനെ തന്നെ രേവതി മെഴുകുതിരി ടേബിളിലേക്ക് വെക്കുന്ന സമയത്ത് രേവതിയുടെ തൊട്ട് പിന്നാലെ വന്ന് നിൽക്കാട്ടെ സച്ചി. രേവതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സച്ചിയെ കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. എന്നിരുന്നാലും രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ട് കുറേ നേരം നിൽക്കുന്ന സമയത്താണ് വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ചന്ദ്രയുടെ കോലം എന്ന് പറഞ്ഞാൽ മുഖത്ത് കുറച്ച് ഫേസ് പാക്കൊക്കെ ഇട്ട് വളരെയധികം ഭീകരമായിട്ടൊരു ഫേസ് ആയിട്ടാണ് വരുന്നത്. അതും ഇരുട്ടത്ത് കാണുന്ന സമയത്ത് നമ്മുടെ സച്ചിൻ രേവതിയും പേടിച്ചിലറുകയാണ്. ആ ഒരു സമയത്തും ചന്ദ്ര പറയുന്നുണ്ട്, എടാ ഞാനാടാ നിന്റെ അമ്മയാടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും പേടിച്ച് വച്ച് നിൽക്കണം. ഉടനെ തന്നെ ചന്ദ്ര ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് സച്ചി ചന്ദ്രയുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന സമയത്താണ് അമ്മയാണെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് ശ്രുതി ഇറങ്ങി വരികയാണ്. ശ്രുതി വേഗം ചോദിക്കുന്നുണ്ട്, എന്തെടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേ ഇങ്ങ് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അമ്മയെ നേരെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ശ്രുതി നേരെ ചന്ദ്രയുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത് ശ്രുതിയും ഇതുപോലെ തന്നെ പേടിച്ചിലറുകയാണ്. എന്നാൽ ശ്രുതിയെ പേടിക്കുന്നില്ല, കാരണം ഫേസ് പാക്ക് മുഖത്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ ശ്രുതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പേടിക്കൊന്നും വേണ്ട, അമ്മയുടെ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ എൻ്റെ രാത്രി പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ചന്ദ്രനോട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ രവിയും താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ കടക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കഴുകിക്കളയണമെന്ന്, നീ എന്തിനാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുടിക്കാൻ വെള്ളം കുടിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു, ആ ഒരു സമയത്താണ് കറണ്ട് പോയതെന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കരയുന്ന ഒച്ച കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട്. ചന്ദ്രയെ കാണുമ്പോൾ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ആളെ പേടിപ്പിക്കായിട്ട് ഇറങ്ങിക്കോണോ, ഹൊറർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ രവി പറയുകയാണ്, ആ ഹൊറർ സിനിമയിൽ അഭിനയിക്കുന്ന ഇവർക്ക് മേക്കപ്പ് ഒന്നും വേണ്ട, എന്നിരുന്നാലും ഇതിപ്പോൾ കുറച്ച് ക്രൂരതയായി പോയി മോൻ കഴിയിട്ട് വായെന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം, എങ്ങനെ കറണ്ട് പോയതെന്നല്ല അറിയേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ പുറത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് ട്രിപ്പ് അയക്കുന്നതാണ് കേട്ടോ. വേഗം തന്നെ സച്ചി അത് ശരിയാക്കിയിട്ട് അകത്ത് വന്നിട്ട് പറയുകയാണ്, ആരോ സ്വിച്ചിൽ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി കുറ്റപ്പെടുത്തുന്ന സുധീനെയാണ് കേട്ടോ. മിക്കവാറും ഇവിടെ ബോധമില്ലാത്ത തോന്നുന്നുണ്ടല്ലോ, അവനായിരിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് ഞാനാണെന്ന് പറയടാ എന്ന് സുധി പറയുന്നുണ്ട്. വേഗം തന്നെ ശ്രീകാന്ത് പറയാണ്, എന്തായാലും കറണ്ടൊക്കെ വന്നല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമൊക്കെ സ്വാഭാവികമല്ലേ, വാ നമുക്ക് പോവാം വർഷയെന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. തൊട്ടുപുറകെ തന്നെ ദേവി ചന്ദ്രനായിട്ട് പറയുന്നുണ്ട്, ദേവി ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എൻ്റെ റൂമിലേക്ക് വന്ന് കിടന്നാൽ മതി, കണ്ടിട്ട് പേടിയായിട്ട് മേലെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ദേവി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ദേവി പോയിട്ട് തൊട്ടുപുറകെ തന്നെ ശ്രുതിയും റൂമിലേക്ക് പോകും കേട്ടോ. ഇവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എന്താ റൂമിലേക്ക് പോകുന്നില്ല, ഇവിടെ കിടക്കാനാണോ തയ്യാറായിട്ട്, എന്തായാലും ഇതൊക്കെ കഴുകി കിടന്നിട്ടായാലും ഇവിടെ കിടന്നാൽ മതി, രേവതി ഹാളിൽ കിടക്കുന്നതെന്ന് അറിയാലോ, രാത്രി എഴുന്നേറ്റ് കാണുന്ന സമയത്ത് രേവതി പേടിച്ച് പോകുമെന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ്. സച്ചി അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഇതിനുശേഷം നമ്മുടെ രേവതി ചന്ദ്രയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് ചന്ദ്ര രൂക്ഷമായിട്ട് രേവതിയെ നോക്കുകയാണ്. രേവതി ആണെങ്കിൽ തൻ്റെ ഉള്ളിൽ ചിരി അടക്കിക്കൊണ്ട് വാതിൽ അടയ്ക്കുകയാണ് കേട്ടോ. ചന്ദ്ര ഫേസ് വാഷ് ആയിട്ട് പോകുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ അടക്കിയിരിക്കുന്ന ചിരിയെല്ലാം തന്നെ രേവതി ചിരിച്ച് തീർക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ഫേസ് ക്ലീൻ ചെയ്യാൻ പോകുന്ന തൊട്ട് ചേർന്ന് തന്നെയുള്ള മുറിയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ. ഈ സമയത്ത് ശ്രീകാന്തും വർഷയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നീ കാനാണ് കറണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇത് പുറത്ത് നിന്ന് ചന്ദ്ര കേൾക്കാൻ ഇടയാവുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവട്ടെ, തൻ്റെ മോനും മരുമോളും തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല ഇനി വഴക്കുണ്ടാക്കി വർഷം പോയി കഴിഞ്ഞാൽ വലിയൊരു പണക്കാരൻ്റെ മോളല്ലേ തൻ്റെ കൈ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആകെ ടെൻഷനാവട്ടെ ചന്ദ്ര. പിന്നീട് കാണിക്കുന്ന നേരം പുലർന്നതിന് ശേഷം രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് പൂ മേടിക്കാത്ത മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വണ്ടി നിർത്തിയിട്ട് സച്ചി പറയുകയാണ്, ഞാൻ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം, നീ അങ്ങോട്ടേക്ക് പൂ മേടിച്ചുകൊണ്ട് വന്നാൽ മതി, ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പെറ്റി വരുമെന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ പെറ്റി എന്തോരം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ കടന്നാൽ മതി എന്നൊക്കെ നമ്മുടെ രേവതി തറപ്പിച്ച് പറയുകയാണ്. അതിനുശേഷം രേവതി പൂ മേടിക്കാൻ പോവുകയും സച്ചി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നതിന് ശേഷം സച്ചിനോട് 500 രൂപ ഫൈൻ അടയ്ക്കാനായിട്ട് പറയുകയാണ്. സച്ചി പറയുന്നത്, സാർ എനിക്ക് അറിയാതെ പറ്റിയതാണ്, ഞാൻ റൂൾസ് എല്ലാം നോക്കി കൃത്യമായി തന്നെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പോൾ ഒരാൾ അത്യാവശ്യമായിട്ട് പൂ മേടിക്കാനായിട്ട് വന്നുകൊണ്ട് ഇവിടെ നിർത്തിപ്പോയതാണ്, എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന്, സാറിനോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലീസുകാരൻ ഫൈൻ 500 രൂപ അടയ്ക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരൻ സച്ചിനടുത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പോലീസുകാരൻ നിപ്പൊക്കെ കാണുമ്പോൾ തന്നെ രേവതിക്ക് പന്തിയെല്ലാം തോന്നുന്നതാണ്.
അന്നുടനെ തന്നെ രേവതി പറയുന്നുണ്ട്, സാർ ഞാനാണ് ഈ വണ്ടിക്ക് വന്നത്, ഇതിനേക്കാളും വലിയ ആഡംബരക്കാറുകളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനൊന്നും സാർ ഇതുവരെ ഫൈൻ അടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു ഓട്ടോയ്ക്കൊക്കെ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, മയക്കുമരുന്നും കൊള്ളയും എല്ലാം നടത്തുന്ന ഈ നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ കൂടെ തന്നെ എത്ര ആൾക്കാർ പോകുന്നുണ്ട്, അവർക്കൊന്നും നിങ്ങൾ പിഴ ഈടാക്കില്ല, ഈ പാവപ്പെട്ടവർക്കാണ് പിഴ ഈടാക്കുന്നതെന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്ന സമയത്ത് സച്ചി വായും പൊളിച്ചെന്ന് നിൽക്കാണ്ട് രേവതിയുടെ മറുപടി കേട്ടുകൊണ്ട് പെട്ടെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വണ്ടിയിലെ യാത്രക്കാരനല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയധികം ഇയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പോലീസുകാർ 500 രൂപ പിഴ അടിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി വിലപേച്ചിട്ടുണ്ട്, സാർ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അതിന് മേൽ തരാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെന്താ വല്ല മാർക്കറ്റാണ്, എനിക്ക് 500 രൂപ പിഴ അടയ്ക്കണമെന്ന് പോലീസുകാരൻ തറപ്പിച്ച് പറയുമ്പോഴേ രേവതി പേഴ്സിൽ നിന്ന് 500 രൂപ എടുത്ത് കൊടുക്കാണ്ട്. ഇത് കാണുന്ന സമയത്ത് പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങൾ ഇവർ യാത്രക്കാരല്ലേ, പിന്നെ എന്തിനാ ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈൻ അടയ്ക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് അതിൽ പോകുന്ന ഒരാൾ പറയുന്നത്, സാർ ഇത് യാത്രക്കാരിയല്ല, ഇവൻ്റെ ഭാര്യയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവാട്ടോ. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ സച്ചിയെ രേവതിയെ രൂക്ഷമായി നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ആ വെറുതെ അല്ലാല്ലേ, ഭർത്താവിനെ പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഭാര്യയ്ക്ക് ഇത്രയധികം നന്നത്, ഇനി മേലിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതിട്ടോന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നത്. ഇയാൾ പോയി തൊട്ട് പുറകെ തന്നെ രേവതി അടുത്ത് സച്ചി പറയുന്നുണ്ട്, നീ കാരണമാണ് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തത്, നീ കാരണമല്ല ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങളോട് പറഞ്ഞ അല്ലെ പിന്നെ ഞാൻ കേൾക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്താണ്ട് രേവതി. ഈ ഒരു സമയം സച്ചി പറഞ്ഞാ ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്, നിന്റെയൊക്കെ വാക്കുകൾ ഇവിടെ കിടന്ന് എന്നെ വേണം പറയാനായിട്ട് എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് അവിടെ 2-3 കൊട്ട പൂവുകളും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വേഗം പോകാമെന്ന് രേവതി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പോകുന്ന വഴിക്ക് ദേവുവിനും കൂട്ടിക്കൊണ്ട് പോകണം, മാത്രമല്ല ചേച്ചിമാർ പൂക്കണ്ടായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടാവും, നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്നൊക്കെ രേവതി പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് ജോലിക്ക് പോകാൻ ഒരുങ്ങിയാണ്. രണ്ടുപേരും റെഡിയാവുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെയാണ്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ശ്രീകാന്തം മുടി ചീവുന്ന നേരത്ത് ശ്രീകാന്തിന് തട്ടി നീക്കിയിട്ട് വർഷ ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് വർഷയെ തള്ളി മാറ്റുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും അടിയും ബഹളമൊക്കെ തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ആകെ ടെൻഷനിലാണ്. ടെൻഷനിൽ നിൽക്കുന്ന ചന്ദ്രയെ കാണുമ്പോഴത്തേക്ക് രവി കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ മുഖം വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും പിണക്കത്തിലായിരുന്നു, അവർ കാരണമാണ് കറണ്ട് പോയെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് അവരിപ്പോൾ പുതുജോഡികളല്ല, അവരുടെ പിണക്കങ്ങൾ അവർ തന്നെ മാറ്റിക്കോളും, നീ എന്തായാലും അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ രവി പറയുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര പറയുന്നുണ്ട്, അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ശ്രീകാന്ത് നമ്മുടെ മോനല്ലേ, അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തേക്ക് എന്നാൽ നീ പോയി ഇടപെട്ടോ, എനിക്ക് എന്തായാലും ഇതിനകത്ത് കൈയൊന്നുമില്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ നീ ബാധ്യസ്ഥയാണെന്ന് രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്നുടനെ തന്നെ വർഷയോടായിട്ട് ചന്ദ്ര ഒരു കണക്കിനാണ്, അതായത് അവിടെ എവിടെയൊക്കെ തപ്പി പടഞ്ഞുകൊണ്ട് തന്നെ വർഷ നിങ്ങൾ തമ്മിൽ പിണക്കമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ചോദിക്കാനാണ് ആൻറ്റി ഇത്രയധികം വളഞ്ഞു കെട്ടി വന്നത്, ഞാൻ ശ്രീകാന്ത് തമ്മിൽ പിണക്കമില്ലല്ലോ എന്ന് വർഷ പറയുന്ന നേരത്ത് അല്ല ഇന്നലെ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും അകത്തുനിന്ന് വഴക്കിടുന്ന കേട്ടു, അപ്പം അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചാണെന്ന് പറയുന്ന സമയത്ത് നിലവിൽ ഇതൊരു പ്രശ്നമൊന്നുമില്ല, ആൻറ്റിയായിട്ടിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ ആൻറ്റിയും അങ്കിളും ടെൻഷനൊന്നും അടിക്കണ്ട, അങ്കിൾ തന്നെ പറയും, ഈ ആൻറ്റിയും അങ്കിളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് വർഷ രവിയോട് ചോദിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടത് ഇവളെ ചില നേരത്ത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പേടിച്ച് വരച്ചും അതുപോലെ വരഞ്ഞു തുള്ളും എന്നൊക്കെ ഇങ്ങനെ രവി തമാശ രൂപേണ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെയാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് വർഷ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നത്, വർഷയാണെങ്കിൽ വേണ്ട ഞാൻ വേറെ ഓട്ടോയ്ക്ക് പൊക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. വേഗം തന്നെ ചന്ദ്ര ശ്രീകാന്തിന്റെ കൈ പിടിച്ചു നിർത്തിയതിനു ശേഷം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറയാം എന്ന് പറയുന്ന സമയത്ത് വർഷ പുറത്തുനിന്ന് ശ്രീകാന്ത് എന്ന് വിളിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ രവി ചന്ദ്രയോടായിട്ട് പറയുന്നത് കിട്ടിയല്ലോ, എന്തായാലും അവരായിട്ട് തന്നെ ഒന്നും തുറന്നു പറയാൻ പോകുന്നത്, അവർ നമ്മളോട് പറയേണ്ട പ്രശ്നമാണെങ്കിൽ അവർ തുറന്നു പറഞ്ഞോളും, നീ എന്തിനും ടെൻഷൻ ഒന്നും അടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് അങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവി എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ചുമ്മാ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും രവി അതിശയത്തോട് നിന്ന് നോക്കി നിൽക്കുക കേട്ടോ. അത് മറ്റൊന്നുമില്ല, പോകുന്നതിന് മുന്നേ നമ്മുടെ ശ്രീകാന്തിനായിട്ട് വർഷ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആകെ ചമ്മി നാണം കെട്ടി നിൽക്കുന്ന രവിയെയും ചന്ദ്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.